കായംകുളം മണ്ഡലം ഈ പറയുന്ന കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എക്സ്പീരിയൻസ് ഉള്ളവര്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യു പ്രതിഭ എന്നുള്ള പേരാണ് ഉയർന്നു കേട്ടിരുന്നതെങ്കിലും അഡ്വക്കേറ്റ് എം ലിജു UDF സ്ഥാനാർത്ഥി എം ലിജുവിനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ശരിയല്ലേ? ഇതില് നമ്മള് തുടക്കത്തിൽ ഇപ്പൊ ഈ പ്രതിഭ എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. കായംകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു നേതാവ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. കാരണം നമ്മൾ അവിടെയുള്ളവരോട് പലരോടും സംസാരിക്കുമ്പോഴും പലപ്പോഴും മിക്കവാറും മണ്ഡലത്തിലൊക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷെ എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അവിടെ LDF എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നുള്ളതൊരു എപ്പോഴും സംശയത്തോടു കൂടി മാത്രം നോക്കുക. അവിടെ G സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ, CK സദാശിവൻ അവിടെ ഉണ്ടായിരുന്നു, MM ഹസൻ അവിടെ ഒരു ഘട്ടത്തിൽ MLA ആയിരുന്നു. അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന പലരും അവിടെ MLA-മാരായി കായംകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു ചരിത്രം കായംകുളത്തിനുണ്ട്. തന്നെയുമല്ല അവിടുത്തെ ഒരു പ്രധാന സവിശേഷത അവിടെ ഒരു 50% മുകളിൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ള ഒരു ഭാഗമാണ്. അതോടൊപ്പം 30% വരുന്ന മുസ്ലിം വോട്ടുകളും ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. കഴിഞ്ഞ തവണ അരിതാ ബാബുവിനെ 6200 ചില്ലുവാനം വോട്ടുകളുടെ ഇതിലാണ് ഭൂരിപക്ഷത്തിലാണ് യു പ്രതിഭ അവിടെ തോൽപ്പിച്ചത്. അപ്പം അത്രയും ശക്തമായ വേരോട്ടമുള്ള, ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ആ ഒരു മണ്ണിൽ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പാളിച്ച പറ്റി അവിടെ CPM പിന്നോക്കം പോയി എന്നുള്ളതാണ് ആരിഫ് മത്സരിക്കുന്ന സമയത്ത്. അപ്പം ഈ രീതിയിലൊക്കെ ഒരു ഇപ്പൊ കഴിഞ്ഞ 2 തവണയായിട്ട് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു, അതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു, ഇടയ്ക്കൊക്കെ മാറിയും തിരിഞ്ഞും ഈ പറയുന്ന പോലെ UDF-ന് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടുത്തെ പിന്നെ കായംകുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ. ഇത്തവണ നമ്മൾ പരിശോധിക്കുമ്പോൾ തമ്പി മേട്ടുതറ എന്ന് പറയുന്ന അവിടുത്തെ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ NDA-ക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. ഒരു ഘട്ടത്തിൽ അവിടെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാം എന്നുള്ള ധാരണ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്താണ് കായംകുളത്ത് നിന്നും നല്ല മികച്ച രീതിയിൽ വോട്ട് നേടാൻ കഴിഞ്ഞത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേരാ വന്നത്. പിന്നെ അത് കഴിഞ്ഞൊക്കെ മാറിയിട്ടാണ് പിന്നീട് തമ്പി മേട്ടുതറ BDJS-ന്റെ സീറ്റാക്കാം. കാര്യം അവിടെ കുറവല്ലാത്ത രീതിയിൽ അവിടെ മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന, ഹിന്ദുവിൽ തന്നെ മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യമുള്ള ഒരു മേഖല കൂടി ആയതുകൊണ്ട് തന്നെയാണ് തമ്പി മേട്ടുതറ BDJS-ന്റെ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടിട്ട്. BDJS നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പക്ഷെ ഇത്തവണ അവിടെ ഉയർന്നു കേൾക്കുന്ന നിരവധി പ്രതിസന്ധികളുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ LDF പല ആവർത്തി മണ്ഡലം വിജയിച്ചു കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതുവരെ കായംകുളത്തുകാർ സ്വപ്നം കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? അവിടുത്തുകാരുടെ താലൂക്ക് രൂപീകരണം എന്ന് പറയുന്ന ഒരു വലിയ വിഷയം അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ കായംകുളം എന്ന് പറയുന്ന ഒരു മണ്ഡലം ആരംഭിക്കുന്നത് എനിക്കിത് കൃഷ്ണപുരം മുതൽ അങ്ങോട്ടേക്കാണ്. അവിടുന്ന് ഓച്ചറ ബോർഡർ മുതലാണ് ശരിക്കും കായംകുളം മണ്ഡലം ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് ഒരാൾക്ക് ഇവരുടെ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന കാർത്തികപ്പള്ളി താലൂക്കാണ് വരുന്നത്. ഈ താലൂക്ക് വന്നിട്ട് ആ താലൂക്ക് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഹരിപ്പാടാണ്, അടുത്ത ടൗണിലാണ്. കായംകുളത്തിന്റെ അപ്പുറത്തെ ടൗണിലാണ്. ഏകദേശം കായംകുളത്ത് തന്നെ നിന്ന് തന്നെ ഏകദേശം 10 കിലോമീറ്ററിലധികം ദൂരം ഒരാൾക്ക് തങ്ങളുടെ താലൂക്ക് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട്, താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കായംകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം ഏറെക്കാലമായി കായംകുളത്തുകാർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ സ്വപ്നം തന്നെയാണ് ഈ കായംകുളം താലൂക്ക്. കായംകുളത്ത് താലൂക്ക് ആശുപത്രി ഉണ്ട്, അത് വേറൊരു കാര്യം. താലൂക്ക് ആശുപത്രി ഉണ്ട് കായംകുളത്ത്, പക്ഷേ അവിടെ താലൂക്ക് ഓഫീസില്ല, കായംകുളം താലൂക്കില്ല. അത് വന്നിട്ട് കാർത്തികപ്പള്ളി താലൂക്കാണ്. അപ്പോൾ ഇത് ആര് യാഥാർത്ഥ്യമാക്കും എന്ന് പറയുന്ന ഒരു ചോദ്യം ഏറെക്കാലമായി പൂച്ചക്കാര് മണി കിട്ടുമോ എന്നുള്ള നിലയ്ക്ക് പണ്ട് മുതൽ തന്നെ പലരും UDF-ഉം LDF-ഉം മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ടുണ്ട്. അവിടെ മത്സരിക്കാൻ വരുന്ന എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു ഉത്തരം പറയാനില്ല. അപ്പൊ ഇത്തവണ ലിജുവിലാണ് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെന്നാണ് പറയുന്നത്. ലിജു, എനിക്ക് തോന്നുന്നത് ലിജു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുടക്കത്തിൽ അമ്പലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുഴുവൻ. കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിലാണ് മത്സരിക്കുന്നത്. അപ്പൊ അമ്പലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹം അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ അമ്പലപ്പുഴയിൽ G സുധാകരന്റെ ഒരു മനംമാറ്റം സംഭവിക്കുകയും G സുധാകരനെ UDF പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നിലവിൽ അവിടെ സ്ഥാനാർത്ഥി വേണ്ട, UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ വേണ്ട,
പകരം അവിടെ ജി സുധാകരനെ പിന്തുണയ്ക്കാം എന്ന് പറയുന്ന തീരുമാനം UDF കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ടാണ് എം ലിജുവിനെ, എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥി നിർണയങ്ങളുടെയൊക്കെ അന്തിമഘട്ടത്തിലാണ് ശരിക്കും എം ലിജു കായംകുളത്തേക്ക് എത്തുന്നത്. പക്ഷെ ഇതിനു മുൻപ് തന്നെ കായംകുളത്തുകാർക്ക് ലിജുവിനെ അറിയാം. കാരണം ഇതിനു മുൻപും ലിജു അവിടെ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ലിജുവിനെ അറിയാവുന്നത് കൊണ്ടും ഒരു തവണ കായംകുളത്ത് മത്സര രംഗത്ത് നിന്നിട്ടുള്ളത് കൊണ്ടും അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ ഒരു പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കാൻ എം ലിജുവിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ലിജുവിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലിജുവിന് നെഗറ്റീവ്, ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ ലിജു അവർക്കെല്ലാം അപവാദമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ലിജു എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത എല്ലാ ക്വാളിറ്റിയും എല്ലാ ഗുണങ്ങളും എം ലിജുവിനുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം വലിയ മാന്യമായ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെത്. ഈ പറയുന്ന പോലെ ഒരുപക്ഷെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ തിരസ്കൃതനാക്കപ്പെട്ട ഒരു നേതാവാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ചില നയങ്ങളുണ്ട്, അല്ലെങ്കിൽ ലിജുവിനെ സംബന്ധിച്ചിടത്തോളം ലിജുവിന്റെ ചില തീരുമാനങ്ങളുണ്ട്, ലിജുവിന്റെ ചില എന്താ പറയാ ആദർശങ്ങളുണ്ട്. ഈ ആദർശങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിലാണ് പലപ്പോഴും ലിജു പ്രവർത്തിക്കുന്നത്. കാര്യം താനൊരു ആദർശ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു ആദർശ രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കത്തില്ലേ, അതിന്റെയൊക്കെ ഒരു മുഖമുദ്രയായി ലിജുവിനെ കാണാം. നമുക്ക് അങ്ങനെ ആ ഒരു തലത്തിൽ വേണം ലിജുവിനെ നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ വെറും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വ്യക്തിപരമായി ലിജു വളരെ നല്ല ഒരു നേതാവാണ്. അപ്പൊ പലപ്പോഴും അവിടെ ക്യാപ്ഷൻ തന്നെ നല്ലൊരാളെ കായംകുളത്തിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരാളാണ്. അപ്പൊ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലിജുവിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ സാമുദായികമായി അദ്ദേഹത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. സാമുദായിക പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഒരു വലിയ വിഭാഗം ഈഴവ വോട്ടുകളുണ്ട്. അപ്പം ഈ ഈഴവ വോട്ടുകളെല്ലാം ഇവിടേക്ക് ഏകീകരിക്കാൻ എം ലിജുവിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് അവിടെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവർ ചോദിക്കുന്ന കായംകുളത്തുകാർ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 10 വർഷം ആവുന്നു ഒരു MLA വന്നിട്ട്. ഈ 10 വർഷം കൊണ്ട് കായംകുളത്തിന് ആഗ്രഹം അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ താലൂക്ക് രൂപീകരണം എവിടം വരെ എത്തി? പിന്നെ ചിലയിടങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി MLA ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതിഭ എന്ന് പറയുന്ന MLAയുടെ പ്രയത്നഫലമായിട്ടാണ് കായംകുളം ബസ് സ്റ്റാൻഡ്, ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇത് വരുന്നുണ്ട്, മീൻസ് തിയേറ്റർ കോംപ്ലക്സ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്നിട്ടും തിയേറ്റർ കോംപ്ലക്സ് ഉൾപ്പെടെയാണ്. പിന്നെ ആശുപത്രിയുടെ വികസനം, ഇങ്ങനെ തുടങ്ങി ഈ പറയുന്ന അടിസ്ഥാന വികസനങ്ങളിലൊക്കെ പ്രതിഭ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന കള്ളമായിരിക്കും. അടിസ്ഥാന വികസനങ്ങളിലൊക്കെ തന്നെയും പ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്തു കൊടുത്തു? ജനങ്ങൾക്ക് വേണ്ട കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലയിടത്തും ചർച്ച നടക്കുന്നുണ്ട്. റോഡുകളുടെ വികസനം എല്ലായിടത്തും പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പത്തിയൂർ അടക്കമുള്ള പാലങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ചിലത് ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ താലൂക്കിന്റെ രൂപീകരണം അടക്കമുള്ള വിഷയങ്ങൾ പലതിലും പ്രതിഭയെ കൊണ്ട് ഈ 10 വർഷമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു വലിയ അഭിപ്രായ വ്യത്യാസം അവിടുത്തുകാർക്കുണ്ടെന്നേ. അത് കായംകുളത്തുകാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് അവർ ഇത്തവണ വോട്ടുകളായി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമുദായിക വോട്ടുകൾ കൃത്യമായി എം ലിജുവിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതോടൊപ്പം തന്നെ എം ലിജുവിന് ഈ നന്മയുടെ ഇത് ഞാൻ പറഞ്ഞൊരു കാര്യം, എം ലിജുവിന്റെ ഒരു കൺവെൻഷനിൽ വെച്ചിട്ട് തന്നെയാണ് UDFന്റെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പ്രതിഭയെ അവിടിട്ട് മോശമായി പരാമർശിക്കുന്നത്. അവരുടെ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയെ അപഹസിക്കുന്ന ഒരു തരത്തിലും അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും സംസാരിക്കുകയുണ്ടായി ഈ എം ലിജുവിന്റെ ആ ഒരു ഇതിനിടയിൽ. പക്ഷെ ആ സമയത്ത് എം ലിജു സ്വീകരിച്ച ഒരു മാനുഷിക രീതി ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക ശത്രുവിനോട് പെരുമാറുന്ന പോലെ. അവിടെയാണ് പറയുന്നത് ആശയമാണ് എപ്പോഴും രാഷ്ട്രീയത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ എം ലിജു തള്ളിപ്പറയുന്ന കാര്യത്തിലും മാപ്പ് പറയുന്ന കാര്യത്തിൽ ലിജു ഒട്ടും മടി കാണിച്ചില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ലിജുവിന്റെ ഒരു മഹത്വം ഇരിക്കുന്നത്. അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അയാൾ അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്നല്ല ചോദിച്ചത്. അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതാണ് എം ലിജു ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമുദായ വോട്ടുകളെല്ലാം കൃത്യമായി ഏകീകരിക്കപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കായംകുളത്തുണ്ട്. തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 30% വരുന്ന മുസ്ലിം വോട്ടുകൾ അവിടെ ഏകീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ലീഗ് അവിടെയുണ്ട്.
മുസ്ലിം ലീഗിന്റെ ഒരു വലിയ പ്രാതിനിധ്യം കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തുലോം കൂടുതലാണ് അവിടുത്തെ ഒരു മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയേണ്ടി വരും. ഏകദേശം 30% വരുന്ന ഒരു മുസ്ലിം പോപ്പുലേഷൻ ഇപ്പോ നിലവിൽ അവിടെ കായംകുളം മണ്ഡലത്തിലുണ്ട്. ഇതെല്ലാം ഏകീകരിക്കപ്പെടുന്നു വോട്ടുകളാണ്. ഇതൊന്നും ഈ പറയുന്ന പോലെ എൽ ഡി എഫിലേക്ക് പൂർണ്ണമായി പോകില്ല എന്നല്ല പറയുന്നത്. അവിടുത്തെ പാർട്ടി വിശ്വാസികളായിട്ടുള്ള CPM-കാരുടെ വോട്ടൊന്നും അവിടെ ചോർച്ച വീഴാനുള്ള സാധ്യതകളൊന്നുമില്ല, അതായത് മുസ്ലിം വോട്ടുകളിൽ. അതേസമയം ലീഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന വോട്ടിന്റെ ഒരു വലിയ വിഭാഗം, ഈ 30% തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതിൽ തന്നെയുള്ള ഒരു 20-30% വോട്ടുകൾ തന്നെ മറിയാനുള്ള സാധ്യത, അല്ലെങ്കിൽ പിന്നെ ലിജുവിന് ഒപ്പം പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തന്നെയല്ല, കായംകുളത്തുകാർ പലരുടെയും അഭിപ്രായം അനുസരിച്ച് കായംകുളത്തൊരു മാറ്റം ആവശ്യമാണ്. എന്നും കൊന്നും LDF എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയും കുറച്ചാൽ UDF കൂടെ വന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയും കായംകുളത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു രൂപം കൊള്ളലുകളും മൊത്തത്തിലുള്ള കഴിഞ്ഞൊരു CK സദാശിവൻ MLA ആയിരിക്കുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടത്തിലെ അവിടുത്തെ കായംകുളം മണ്ഡലത്തിന്റെ കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ ലിജുവിന് മുൻതൂക്കം കിട്ടാനാണ് സാധ്യത. പല സർവേകളും പരിശോധിക്കുമ്പോഴും അവസാന ലാപ്പിൽ, നേരത്തെയൊക്കെ ലിജുവിന് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും പ്രചരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ ലിജുവിനൊരു പ്രാധാന്യം കായംകുളം മണ്ഡലത്തിൽ ലഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. സോ മിക്കവാറും നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലിജുവിന് അനുകൂലമായൊരു വിധി കായംകുളത്ത് നിന്നുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്.